പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിന്റെ യാത്രയിലേക്ക് എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം. കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പ്രധാനിയും വടക്കിന്റെ ഗുരുവായൂർ എന്നറിയപ്പെടുകയും ചെയ്യുന്ന തൃച്ചംബരം ക്ഷേത്രം ഒട്ടേറെ പ്രത്യേകതകൾ കൊണ്ട് സവിശേഷമായ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ ഈ ക്ഷേത്രത്തോടൊപ്പം മറ്റു 2 ക്ഷേത്രങ്ങളിൽ കൂടെ ദർശനം നടത്തണമെന്നാണ് ഇവിടെയുള്ളവരുടെ വിശ്വാസം. തൃച്ചംബരം ക്ഷേത്രം, കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം, തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം എന്നിവയാണവ. തൃച്ചംബരം ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ ആദ്യം കാണുന്നത് ഒരു തടാക ക്ഷേത്രമാണ്. ഇവിടെയാണ് ജലദുർഗ സാന്നിധ്യമാവുന്നത്. ശമ്പര മഹർഷി തപസ്സനുഷ്ഠിച്ച വനഭൂമിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്നും അതിന്റെ ഓർമ്മയ്ക്കായി തൃച്ചംബര ക്ഷേത്രത്തിന് ആ പേര് വന്നത് എന്നാണ് ഐതിഹ്യം. ശമ്പരമുനി മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠപ്പെടുത്തുന്നതിന് ഇവിടെ ആദ്യം ജലദുർഗയെ പ്രാർത്ഥിച്ച് സാന്നിധ്യം വരുത്തിയതിനു ശേഷമാണെന്നാണ് വിശ്വാസം. ശമ്പരമുനി പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിച്ച ജലദുർഗാഭാവമാണ് ഈ തടാക ക്ഷേത്രത്തിൽ നിലകൊള്ളുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വിശ്വാസം എന്നത് തൃച്ചംബരത്ത് ബാലഭാവത്തിലുള്ള ശ്രീകൃഷ്ണനാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള തടാക ക്ഷേത്രം യോഗമായയായാണ് സങ്കല്പിക്കുന്നത്. കൃഷ്ണൻ ജന്മം കൊണ്ട അതേ ദിവസമാണ് യോഗമായയും ജന്മം കൊണ്ടത്. ഈ കുഞ്ഞിനെയാണ് കംസൻ നിഗ്രഹിക്കുവാൻ എടുത്തുയർത്തുകയും അപ്പോൾ ആകാശത്തിലേക്ക് ഉയർന്നു ചെന്ന് നിന്റെ അന്തകനായ കൃഷ്ണൻ ജനിച്ചിരിക്കുന്നു, നീ മരണത്തിനു വേണ്ടി കാത്തിരുന്നുകൊള്ളൂ എന്ന സൂചന നൽകുന്ന അതേ യോഗമായ തന്നെയാണ് തൃച്ചംബരത്ത് ജലദുർഗയായി കുടികൊള്ളുന്നത് എന്നാണ്. അതുകൊണ്ട് കൃഷ്ണൻ മാത്രമല്ല അവിടെ ബാലഭാവത്തിലുള്ളത്, യോഗമായയും ശിശുവിന്റെ ഭാവത്തിൽ തന്നെയാണുള്ളത്. രൗദ്രഭാവത്തിൽ നിൽക്കുന്ന ശ്രീകൃഷ്ണനെ ആരാധിക്കുന്ന ക്ഷേത്രമാണ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം. ക്ഷേത്രത്തിലെ ബലിബിംബം ഉണ്ണിക്കണ്ണന്റേതാണ്. കിഴക്കോട്ടാണ് ദർശനം. കംസവധത്തിനു ശേഷം രൗദ്രഭാവത്തിൽ നിൽക്കുന്ന ശ്രീകൃഷ്ണനായതിനാൽ ഇവിടുത്തെ പൂജകളിലും രീതികളിലും അതനുസരിച്ച് മാറ്റങ്ങളുമുണ്ട്. നട തുറക്കും മുമ്പേ തിടപ്പള്ളി തുറന്ന് നിവേദ്യം തയ്യാറാക്കുന്നു. കയ്യിൽ നിവേദ്യവും പിടിച്ചാണ് മേൽശാന്തി നട തുറക്കുന്നത്. അഭിഷേകം കഴിഞ്ഞാൽ ഉടനെ തന്നെ നിവേദ്യം നടത്തുകയും ചെയ്യും. ഉത്സവത്തിന് ആനയെ എഴുന്നള്ളിക്കാത്തതും ഒക്കെ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളിൽ ചിലതാണ്. നിർമാല്യ ദർശനം ശുഭകരമല്ലാത്ത ക്ഷേത്രമാണ് തൃച്ചംബരം. മുൻപ് കാലത്ത് ഇവിടെ ഒരു താപസി ഉണ്ടായിരുന്നുവെന്നും ദേഹം മുഴുവൻ വ്രണം വന്ന് സഹിക്കാൻ വയ്യാത്ത വേദനയോടുകൂടി തൃച്ചംബരത്തപ്പ എന്ന് വിളിക്കുകയും ചെയ്തു വന്നിരുന്നു അത്രേ. ആ താപസി സ്ഥിരമായി ഇരിക്കാറുണ്ടായിരുന്നത് ഇലഞ്ഞിമരത്തറയിലാണ്. ഒരിക്കൽ വില്ലുമംഗലം സ്വാമിയാർ ക്ഷേത്ര ദർശനം നടത്തുവാൻ വരികയും ശ്രീകോവിലിൽ ചെന്നപ്പോൾ വിഗ്രഹം മാത്രമേയുള്ളൂ, സാന്നിധ്യം അവിടെയില്ല എന്ന് മനസ്സിലാക്കുകയും കൃഷ്ണന്റെ സാന്നിധ്യം എവിടെയാണെന്ന് അന്വേഷിച്ച് അദ്ദേഹം കണ്ടത് ഇലഞ്ഞിമരത്തറയിൽ താപസിക്ക് തൊട്ടരികിലായി അദ്ദേഹത്തിന്റെ വ്രണങ്ങൾ മാറുന്നതിനു വേണ്ടി പരിചരിച്ചു കൊണ്ടിരിക്കുന്ന കൃഷ്ണനെയാണ്. ഇലഞ്ഞിമരത്തിന്റെ കായ്കൾ താപസിയുടെ വ്രണങ്ങളിൽ വന്നു വീണാൽ വേദനിക്കുമല്ലോ എന്നോർത്ത് ശ്രീകൃഷ്ണൻ മരത്തോട് ഇനി കായ്ക്കണ്ട എന്ന് പറയുകയും ചെയ്തു അത്രേ. ഈ ഇലഞ്ഞിമരം ഇന്നും കായ്ക്കാറില്ല. ഇലഞ്ഞിമരത്തറയിൽ ഭക്തിയോടെ ഇരിക്കുന്ന ഭക്തജനങ്ങളെ ഇന്നും കാണാൻ കഴിയും. ഉപദേവതകളായി നാലമ്പലത്തിനുള്ളിൽ കന്നിമൂലയിൽ ഗണപതിയും ഇടത്തു ഭാഗത്തായി വിശ്വക്സേനൻ എന്ന പരിചാരകനും വടക്കു പടിഞ്ഞാറേ മൂലയിൽ ശിവനും ക്ഷേത്രമുറ്റത്ത് 4 വശത്തും വെള്ളത്താൽ ചുറ്റപ്പെട്ട ദുർഗയും തെക്കു പടിഞ്ഞാറേ മൂലയിൽ ശാസ്താവും കുടികൊള്ളുന്നു. ക്ഷേത്രത്തിന് ചുറ്റും 3 കുളങ്ങളുണ്ട്. അതിപുരാതനമായ നിർമ്മാണ രീതികളാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ക്ഷേത്രത്തോട് ചേർന്ന് മണ്ഡപവും 3 നിലകളുള്ള ശ്രീകോവിലും കോവിലിന് ചുറ്റുമായി കൊത്തിവെച്ചിരിക്കുന്ന പുരാതന കഥാസന്ദർഭങ്ങളും ഒക്കെ കാണുവാൻ സാധിക്കും. ഇവിടുത്തെ വാർഷികോത്സവം ഒരു വർണ്ണാഭമായ ഉത്സവമാണ്. വിശ്വാസികളുടെ പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ് തൃച്ചംബരം ക്ഷേത്രത്തിലെ 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവം. കുംഭം 22 മുതൽ മീനം 6 വരെയാണ്. ഇതിൽ കുംഭം 27, 28 മഹോത്സവം,
മീനം 1-2 ദേവോത്സവവുമാണ്. ഇതിനിടയ്ക്കുള്ള 11 ദിവസങ്ങളിൽ തൃച്ചംബരം ക്ഷേത്രത്തിൽ നിന്നും 1 കിലോമീറ്റർ അകലെയുള്ള പൂങ്കോത്തു നടയിൽ തിടമ്പു നൃത്തം നടത്തുന്നു. ക്ഷേത്രത്തിലെ ബലരാമന്റെയും തിടമ്പുകൾ ഏറ്റിക്കൊണ്ട് നടത്തുന്ന ഒരു നൃത്തമാണ് നൃത്തോത്സവം, ബാലലീലോത്സവം, ദേവോത്സവം, മഹോത്സവം തുടങ്ങിയവയാണ് പ്രധാന ആഘോഷങ്ങൾ. കൂട്ടത്തിലോട്ടം, ആനന്ദ നൃത്തം, കൂടിപ്പിരിയൽ തുടങ്ങിയവയും ഉത്സവത്തിന്റെ ഭാഗമാണ്. കാരാഗ്രഹത്തിൽ പിറന്നയുടനെ അമ്മയിൽ നിന്നും പിരിയേണ്ടി വന്ന ശ്രീകൃഷ്ണന്റെ ബാല്യകാല ലീലകളൊന്നും കാണുവാൻ അമ്മയായ ദേവകിക്ക് കഴിഞ്ഞിരുന്നില്ല. കംസവധത്തിന് ശേഷം കാരാഗ്രഹത്തിൽ നിന്നും സ്വതന്ത്രരാക്കപ്പെട്ട ദേവകി വസുദേവന്മാർ രാമകൃഷ്ണന്മാരുടെ ബാലലീലകൾ തങ്ങൾക്ക് കാണാൻ സാധിച്ചില്ലല്ലോ എന്ന് പരിഭ്രമിച്ചു അത്രേ. ഇതിന് പരിഹാരമായി തൃച്ചംബര ക്ഷേത്രത്തിൽ ഉത്സവ ദിവസങ്ങളിൽ തങ്ങളുടെ ബാലലീലകൾ ഉണ്ടായിരിക്കുമെന്നും അവിടെ വന്നാൽ നിങ്ങളുടെ ആഗ്രഹം സാധിക്കുമെന്നും ഭഗവാൻ പറഞ്ഞു. അങ്ങനെ പൊൻചെമ്പകത്തറയിൽ ദേവകി വസുദേവന്മാർ സാന്നിധ്യം ചെയ്യുന്നു. ആറാട്ടിനു ശേഷം ഈ തറയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ എഴുന്നള്ളുന്നു. ഇവരെ വന്ദിച്ച ഊരാള കുടുംബത്തിലെ കാരണവന്മാർ ഗ്രാമത്തിന്റെ അഭിവൃദ്ധിക്കായി പ്രാർത്ഥിക്കുന്നു. കൃഷ്ണലീലകൾ കാണുവാനുള്ള ദേവകിയുടെ ആഗ്രഹത്തിന്റെ സാഫല്യമാണ് ഇവിടെ നടക്കുന്ന കൂട്ടത്തിലോട്ടം. ബലരാമൻ എത്തുന്ന ദിവസത്തെ തിടമ്പു നൃത്തവും കൂട്ടത്തിലോട്ടവും, 4ാം ഉത്സവത്തിലെ നാട് വലം വയ്ക്കുന്ന ചടങ്ങ്, 6ാം ഉത്സവത്തിലെ ആറാട്ട് തുടങ്ങിയവയും കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. തൃച്ചംബരത്തുത്സവത്തിന് ആനയെഴുന്നള്ളത്തോ വെടിക്കെട്ടോ ഉണ്ടാവില്ല. തന്നെ വധിക്കുന്നതിനായി മധുരയിലെത്തിയ ശ്രീകൃഷ്ണനെ കൊല്ലാൻ കംസൻ തന്റെ കുവലയ പീഠം എന്ന മദയാനയെ നിർത്തി. കുവലയ പീഠത്തെ കൊന്ന് കംസവധത്തിന് ശേഷം രൗദ്രഭാവത്തിൽ നിൽക്കുന്ന ശ്രീകൃഷ്ണനായതിനാൽ ക്ഷേത്രത്തിൽ ആനയെ എഴുന്നള്ളിക്കാറില്ല. ക്ഷേത്രത്തിന് മുൻവശത്തെ വഴികളിൽ കൂടെ പോലും ഇന്നും ആനയെ കൊണ്ടുപോവുകയുമില്ല. കൃഷ്ണൻ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെത്തുന്ന സമയങ്ങളിൽ അവിടെ ആനയെ കാണാത്ത ദിക്കിലേക്ക് മാറ്റി തളയ്ക്കുകയാണ് പതിവ്. തൃച്ചംബരത്തപ്പന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുകയാണ്.